إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن أصدق الحديث كتاب الله وأحسن الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഒരുപോലെ വസിയത്ത് നൽകുകയാണ്. സഹോദരന്മാരെ സഹോദരിമാരെ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂനിൽ 115-ാമത്തെ ആയത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, ഹഫസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതു, നിങ്ങൾ വിചാരിച്ചുവോ? ശ്രദ്ധിക്കണം സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അന്നമാ ഖലഖനാകും അബസ, തീർച്ചയായിട്ടും നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെ ഒരു കളിക്ക് വേണ്ടിയാണെന്ന്, വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ വിചാരിച്ച കാര്യമാണോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങുകയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഉണ്ടോ സഹോദരന്മാർ? ഒരു മുസ്ലിം ഇല്ല. ഒരു മുസ്ലിമിന് പരലോക ജീവിതം സൂര്യൻ ഉദിക്കുന്നത് പോലെ ദൃഢമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറഞ്ഞ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത്. മുഅ്മിനീങ്ങൾ എങ്ങനെയുള്ളവരാണ്? യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. അതെ, മുഅ്മിന്റെ മുന്നിൽ പരലോകമുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം അവന്റെ അടുക്കൽ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അതെ, ആ പരലോകത്തിന് വേണ്ടിയാണ് സഹോദരന്മാരെ നമ്മൾ പ്രയത്നിക്കേണ്ടത് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലെ 33-ാമത്തെ വചനത്തിൽ ബഹുജനങ്ങളെ, എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു ആയത്തുണ്ട്. എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്. മുഅ്മിനീങ്ങളായിട്ടുള്ള നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കണം, ആ ആയത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആയത്തിലുള്ളത്? യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തഖ്വ പാലിക്കുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ കുറിച്ച് ഭയക്കുക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് സഹോദരന്മാരെ? പല ദിവസങ്ങളും പല പ്രയാസമുള്ള ഘട്ടങ്ങളും ദുനിയാവിൽ ഒരു മനുഷ്യന് വരാറുണ്ട്. പക്ഷേ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. തന്റെ മകൻ, പ്രിയപ്പെട്ട മകൻ, അവനിൽ നിന്നും ഉപ്പാക്ക് യാതൊരു ഉപകാരവും ലഭിക്കാത്ത ദിവസമാണ് ആ ദിവസം. അതുപോലെ തന്നെ ഉപ്പാനിൽ നിന്നും മകന് യാതൊരു ഉപകാരവും ലഭിക്കാത്ത ഒരു ദിവസമാണ് ആ ദിവസമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ, സഹോദരന്മാരെ, ആ ദിവസത്തിന്റെ പ്രത്യേകത ഭയാനകത എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ദുനിയാവിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്തൊരു പ്രയാസമുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരുമില്ലാത്തവരാകട്ടെ അവരെ സഹായിക്കാൻ ആളുകൾ വരും. പക്ഷെ പരലോകത്ത് ആ ദിവസത്തിൽ ആരും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയാണ്, ഇന്ന വഅദല്ലാഹി ഹഖ്. അതൊരു മുഅ്മിന്റെ മനസ്സിൽ അലയടിക്കേണ്ട ഒരു വചനമാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, തീർച്ചയായിട്ടും എന്റെ റബ്ബിന്റെ കരാർ അത് സത്യമാണ്, അത് നടക്കുക തന്നെ ചെയ്യും. ഈ ദുനിയാവിൽ എത്ര പ്രയാസപ്പെട്ടാലും, അടിച്ചമർത്തപ്പെട്ടാലും, ഏത് ദുരന്തങ്ങളുടെ കഴിഞ്ഞു പോയാലും എന്റെ റബ്ബിന്റെ കരാർ, അതെ, മുഅ്മിനീങ്ങൾക്കുള്ള സ്വർഗം, സത്യനിഷേധികൾക്കുള്ള നരകം, ആ പരലോകം സത്യമാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇവിടെ എടുത്തു പറയാണ്. ഫലാ തഖുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഖുറന്നകും ബില്ലാഹിൽ ഗറൂർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്ന കാര്യം എന്താണ് സഹോദരന്മാരെ? നിങ്ങൾ ദുനിയാവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണോ?
നമ്മൾ പല ആളുകളും വിചാരിച്ചതുപോലെ ദുനിയാവ് കഴിഞ്ഞിട്ട് മറ്റ് ദീനുകളെല്ലാം ദീനിന്റെ കാര്യങ്ങളെല്ലാം എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത്? അല്ല, ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, നിങ്ങളെ ദുനിയാവ് വഞ്ചിതരാക്കാതിരിക്കട്ടെ, ദുനിയാവ് നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. അതായത് ദുനിയാവിന് വേണ്ടി പരലോകത്തെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കട്ടെ, നിങ്ങളെ വഞ്ചിതരാക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ മനുഷ്യരെ വഞ്ചിക്കുന്ന ശൈത്താൻ ഇബ്ലീസ്, അവന്റെ വഞ്ചനയിലും നിങ്ങൾ പെടാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് മുൻകൂറായിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ലക്ഷ്യം എന്താണ്, ഈ പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നിൽ വരുന്ന ഒരു കേസ്, ഒരു ഉദാഹരണം പറയാൻ, ദുനിയാവിൽ നടക്കുന്ന ഒരു കേസിന്റെ പ്രശ്നം മുന്നിൽ വരാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെല്ലാം ചിന്തിക്കും, ആരെല്ലാം കാണും, ആരോടെല്ലാം സംസാരിക്കും. പക്ഷെ തന്റെ പരലോകത്തിന്റെ വിഷയം പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവിതത്തിൽ വളരെ ചുരുങ്ങിയ മിനിറ്റുകളായിരിക്കും എന്നുള്ളതാണ്. അതെപ്പോഴാണ്? കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോൾ, കുടുംബത്തിലെ ഒറ്റമിത്രങ്ങൾ മരിക്കുമ്പോൾ, മരണപ്പെടുമ്പോൾ, വളരെ പ്രയാസങ്ങളും ആപത്തുകളും ഉണ്ടാകുമ്പോഴാണ് നഊദു ബില്ലാഹ് നമ്മൾ പലപ്പോഴും പരലോകത്തെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 100 അല്ലെങ്കിൽ 200 കൂടുതൽ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പല രൂപത്തിൽ നരകത്തെയും സ്വർഗത്തിനെയും കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ചില വചനങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരന്മാരെ. അതിനു മുമ്പ് ഞാനും നിങ്ങളും ഇതിൽ നിന്ന് ഒഴിവല്ല, എല്ലാവരും ഒരുവരെ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ആയത്തുകളാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സൂറത്ത് യാസീനിലെ ഒരു ഭാഗമുണ്ട്. സൂറത്ത് യാസീൻ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലെ അധിക ആളുകൾക്ക് മനഃപ്പാഠമായിരിക്കും, മുസ്ലിമീങ്ങൾക്ക്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? സൂറത്ത് യാസീന്റെ അർത്ഥം പലപ്പോഴും നമ്മൾ പഠിക്കാറില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിൽ വളരെ ശക്തമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും അതുപോലത്തെ തൗഹീദിന്റെ അടിസ്ഥാനത്തെ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീൻ 51-ാമത്തെ വചനത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടു, ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ ഖബറുകളിൽ നിന്നതാ അവർ എണീറ്റുകൊണ്ട് തന്റെ റബ്ബിലേക്ക് ഒലിച്ചു പോവുകയാണ്. അതായത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് നീങ്ങുകയാണ്. ഖാലു, അവർ പറയും, യാ വൈലന, നമ്മുടെ നാശമേ. അവർ പറയുന്നൊരു വാക്കാണ് യാ വൈലന, നമ്മുടെ നാശമേ. മൻ ബഅസനാ മിൻ മർഖദിനാ, നമ്മുടെ ഉറക്കത്തിൽ നിന്നും ആരാണ് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? അതെ, ദുനിയാവിൽ പറഞ്ഞിരുന്നു, ഈ ദുനിയാവ്, ഈ ജീവിതം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, എൻജോയ് ചെയ്യുക, ആളുകൾ എന്ത് പറഞ്ഞാൽ നോക്കേണ്ടതില്ല, നിന്റെ ജീവിതം നിന്റേതാണ് പറയുന്ന വാക്കുകളാണ്. നിന്റെ ജീവിതം നിന്റേതാണ്, നീ നിർമ്മിക്കുന്ന കായികകളാണ്, അടിസ്ഥാന തത്വങ്ങളാണ് അതിനുള്ളത്, ആ നിയമങ്ങൾ നിന്റേതാണെന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആളുകൾ അവിടെ വെച്ച് പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആരാണ് നമ്മളെ ഈ ഉറക്കത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഉറക്കത്തിൽ നിന്ന് ആരാണ് ഉണർത്തിയത്? ഹാദാ മാ വഅദ റഹ്മാൻ. എന്നിട്ട് അവിടുന്ന് പറയാണ്, ആ മനുഷ്യൻ പറയുന്ന കാര്യമാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്ത കാര്യമാണ്. അതേ സഹോദരന്മാരെ, മനുഷ്യന്റെ അടിസ്ഥാനത്തിൽ ശുദ്ധ പ്രകൃതത്തിൽ ഉള്ള കാര്യമാണ് പരലോക ജീവിതം ഉണ്ട് എന്നുള്ളതും അതിനുവേണ്ടി പണിയെടുക്കണമെന്നുള്ളത്. പക്ഷേ മനുഷ്യന്റെ ഇച്ഛ, ആ ഇച്ഛ മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിയെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വസദഖൽ മുർസലൂൻ, അതുപോലെ തന്നെ പ്രവാചകന്മാർ പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ളത് അവിടെ വെച്ച് അവർ പറയുന്ന ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഈ ഒരു രംഗം നമുക്കുണ്ടാകാൻ പാടുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇൻ കാനത് ഇല്ലാ സഹിഹതൻ വാഹിദതൻ ഫഹിദാഹും ജമീഉൻ ലദൈനാ ഹളറൂൻ. ഒറ്റ ശബ്ദം അള്ളാഹുവിന്റെ മഹത്തായിട്ടുള്ള ഖുദ്റത്തിനെ, ശക്തിയെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒറ്റ ശബ്ദം കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള മനുഷ്യൻ, അതുമുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യന്മാരും അതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു. ഖബറുകളിൽ നിന്ന്, മരിച്ച സ്ഥലങ്ങളിൽ നിന്നും, പല ഭാഗത്തുനിന്ന്, ഭൂമിയുടെ പല ഭാഗത്തുനിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപ്പാക്കിയ മഹ്ശറയിലേക്ക് വരികയാണ് ആളുകൾ. ഓരോന്നായിട്ട് കൂട്ടമായെല്ലാം ആളുകൾ വരുന്നൊരു സന്ദർഭം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദിലിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തിനെ കുറിച്ച് അവിടെ മനസ്സിലാക്കണം. ഫൽയൗം, അന്നേ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് സഹോദരങ്ങളെ? ലാ തുദ്ലമു നഫ്സുൻ ഷൈആ, ഒരു നഫ്സിനോടും ഒരു ശരീരത്തിനോടും അക്രമം ആക്രമിക്കപ്പെടുകയില്ല. സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യാത്തതിന്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്തതിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരില്ല. മനുഷ്യൻ ചെയ്യാത്തതിന്റെ ശിക്ഷ അവൻക്ക് ലഭിക്കുകയില്ല. വലാ തുജ്സൗന ഇല്ലാ മാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തനത്തിന്റെ ഫലമല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുകയുമില്ല. അതുകൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ
കിതാബ് നൽകുന്നൊരു ഗ്രന്ഥത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വവുദിയൽ കിതാബ് വതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹ്. കിതാബുകൾ, അതായത് മനുഷ്യൻ ചെയ്ത കർമ്മഫലം ആളുകൾ കൊടുത്തു കഴിഞ്ഞു, ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് മുജ്രിമീങ്ങൾ, അള്ളാഹു നിഷേധിച്ചവർ, അള്ളാഹുവിൽ പങ്കു ചേർത്തവർ, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിച്ചവർ, ആരാധനകൾ മറ്റുള്ളവർക്ക് അർപ്പിച്ചവർ, ബിദഅത്തുകൾ ചെയ്തവർ, മദ്യപാനവും മറ്റു ലഹരികളിലും ജീവിതം കഴിച്ചു കൂട്ടിയ ആളുകൾ, നിസ്കരിക്കാത്തവർ, ഇതുപോലുള്ള ആളുകളുടെ ഗന്ധങ്ങൾ കണ്ടുകൊണ്ട് പറയാണ്, യാ വൈലന മാ ലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ലാ യുഗാദിറു സഗീറത്തുൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇതിൽ ചെറുതും വലുതുമായി ഒന്നും രേഖപ്പെടുത്താതെ ഇരുന്നിട്ടില്ലല്ലോ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് അവിടെ വെച്ച് മുജ്രിമീങ്ങൾ പറയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പറയുന്നതായി കാണാൻ സാധിക്കും സഹോദരന്മാരെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏൽക്കേണ്ടി വരില്ല. ഇവിടെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, സമ്പത്ത് കൊടുത്താൽ ഏത് ശിക്ഷയും ഏറ്റെടുക്കാൻ ആളുകൾ ഇഷ്ടമാരിയുണ്ട്. താൻ ചെയ്ത ഏത് കുറ്റവും സമ്പത്ത് കൊടുത്താൽ, പൈസ കൊടുത്താൽ, അവൻക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കൊടുത്താൽ ഏറ്റെടുക്കുന്ന ആളുകൾ. പക്ഷെ പരലോകത്ത് സഹോദരന്മാരെ അത് ഉപകാരപ്പെടുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ഒരു രംഗം, അതിലേക്ക് ആളുകളുടെ അവിടെ നിൽക്കുന്ന രംഗം. സഹോദരന്മാർ, ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, മനുഷ്യരാണ്. പക്ഷേ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എൻ്റെ സഹോദരന്മാരോട് നല്ല ആത്മാർത്ഥതയോടെ ഇഖ്ലാസോട് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുല്ലാഹ് അവരുടെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഗുർലാ. നാളെ പരലോകത്ത് മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എങ്ങനെയാണ് സഹോദരന്മാരെ? എങ്ങനെയാണ്? ഹുഫാതൻ ഉറാതൻ ഗുർലാ, ചെരുപ്പ് ധരിക്കാത്തവരായിക്കൊണ്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിക്കൊണ്ട്, നഗ്നരായിക്കൊണ്ട്, വിവസ്ത്രരായിക്കൊണ്ട്, വസ്ത്രമുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ്. ഇതാരാണ് പറയുന്നത് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുൽതു, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അന്നിസാ വർ-റിജാലു ജമീഅൻ യൻദുറു ബഅ്ദുഹും ഇലാ ബഅദ്. ദുനിയാവിലുള്ളതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം, പുരുഷന്മാരും സ്ത്രീകളും എല്ലാം ഈ വ്യവസ്ഥരായിരിക്കുമ്പോൾ വസ്ത്രമില്ലാത്ത അവസ്ഥയിൽ പരസ്പരം കാണുകയില്ലേ എന്ന് അവിടുന്ന് ചോദിച്ചു പോവുകയാണ്. യാ ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്ന രംഗം നിങ്ങൾ നോക്കൂ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ആ ഒരു ദിവസം എന്താണ്? യേ ആയിഷ, അൽ അംറു അശദ്ദു മിൻ അൻ യൻദുറ ബഅ്ദുഹും ഇലാ ബഅദ്. പരസ്പരം നോക്കുന്നതിനേക്കാൾ കഠിനമായിരിക്കും ആ ദിവസത്തെ കാര്യമെന്നുള്ളത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, സഹോദരന്മാരെ, ആ ഗൗരവത്തിൽ നമ്മൾ പരലോകത്തെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. കണ്ടിട്ടില്ലെങ്കിൽ അതിനുള്ള ഗൗരവം ഉണ്ടാക്കാനുള്ള മാർഗം യഥാർത്ഥ പരലോകത്തെ കുറിച്ചുള്ള ഇൽമ്, ദീനിനെ കുറിച്ചുള്ള ഇൽമ് നേടാൻ ശ്രമിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ കുറിച്ച് പറയുന്നതായി കാണാൻ സാധിക്കും സൂറത്തുൽ മആരിജിലെ 10 മുതൽ 17 വരെയുള്ള ആയത്തുകൾ. സഹോദരന്മാർ, നമുക്ക് ഈ കാലഘട്ടത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. ഏത് രൂപത്തിലുള്ള, ഏത് ഭാഷയിലുള്ള വിശദീകരണങ്ങൾ, വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങൾ, തർജുമകൾ, അതിന്റെ പരിഭാഷകൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കൂ സൂറത്തുൽ മആരിജിന്റെ 10 മുതൽ 11-17 വരെയുള്ള ആയത്തുകളിൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ആ ദിവസത്തിനെ കുറിച്ച്, വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് ചോദിക്കുകയില്ല. യുബസ്സറൂനഹും, പരസ്പരം കാണിക്കപ്പെടും അവർ. പരിചയമുള്ള ആളുകൾ ആ ദിവസത്തിൽ അവിടെ ഉണ്ടായിരിക്കും. യവദ്ദുൽ മുജ്രിം, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സഹോദരന്മാരെ, ആ ദിവസത്തിന്റെ ഗൗരവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. യവദ്ദുൽ മുജ്രിം, ഒരു തെമ്മാടി ആഗ്രഹിച്ചു പോകും. എന്താണ് ആഗ്രഹിക്കുന്നത്? ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, ഈ ശിക്ഷയിൽ നിന്നും, അവൻക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയിൽ നിന്നും തന്റെ മക്കളെ കൊടുത്ത് തന്റെ ശരീരത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന ദിവസം. ആരൊക്കെയാണ് സഹോദരൻ? തന്റെ മക്കൾ, വസാഹിബതി വഅഖി, തന്റെ പ്രിയ പത്നി, തന്റെ സഹോദരൻ, വഫസീലതിഹി അല്ലതി തുവി, അഭയം നൽകിയ തന്റെ കുടുംബം, എല്ലാ പ്രയാസഘട്ടത്തിലും തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന കുടുംബം, എല്ലാ സങ്കടഘട്ടത്തിലും ഒപ്പമുണ്ടായിരുന്ന സഹോദരന്മാർ, ഭാര്യമാർ, മക്കൾ, എന്തിനും സമ്പത്തും ആളുകളുടെ പത്രാസമുള്ള തന്റെ മക്കൾ, ഇവരെ എല്ലാവരെയും കൊടുത്ത് തന്റെ ശരീരത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്നുള്ളത് അവിടെ വെച്ച് ഒരു മുജ്രിം, തിന്മ ചെയ്യുന്ന വ്യക്തി,
അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാത്തൊരു വ്യക്തി, പ്രത്യേകിച്ചും ശിർക്കും ബിദ്അത്തുമുള്ള ആളുകൾ ആഗ്രഹിച്ചു പോകും എന്നുള്ളതാണ്. ഏതുവരെ? വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള എല്ലാവരെയും കൊടുക്കുക, ഭൂമിയിലുള്ള എല്ലാവരെയും കൊടുക്കുക, എന്നിട്ട് തന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ വരെ ആഗ്രഹിച്ചു പോകുന്ന ഒരു ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കല്ലാ ഇന്നഹാ ലളാ, അങ്ങനെയല്ല, അത് കത്തിജ്വലിക്കുന്ന നരകമാകുന്നു സഹോദരന്മാരെ. കത്തിജ്വലിക്കുന്ന ആ നരകത്തിലേക്ക് ആര് തിന്മ ചെയ്താലും സഹോദരന്മാർ അതിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരന്മാരെ, സൂറത്തുൻ നാസിആത്തിൽ ഒരു ഭാഗമുണ്ട്. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് ആ ഭാഗം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫൈജാഅത്തിത് തഅമ്മത്തുൽ കുബ്ര, വലിയ ഭയാനകരമായിട്ടുള്ള ഒരു സംഭവം എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ശബ്ദം ഒരു ദിവസം എത്തിക്കഴിഞ്ഞാൽ, യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അന്ന് മനുഷ്യൻ ഇന്നവൻ ചിന്തിക്കുകയില്ല, പക്ഷെ അന്നവൻ ചിന്തിക്കും എന്താണ് ഞാൻ പ്രവർത്തിച്ചത് എന്നുള്ളത്. അവൻ അവിടെ വെച്ച് ചിന്തിക്കും, എന്താണ് ദുനിയാവിൽ ഞാൻ ചെയ്തത്, ഞാൻ ചെയ്ത അക്രമങ്ങൾ, ജനങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത്, തന്റെ റബ്ബിനെ നിഷേധിച്ചത്, തന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞത്, ദീനിന്റെ ശരീഅത്തുകളെ കളിയാക്കിയത്, എല്ലാം അവിടെ വെച്ച് അവൻ ചിന്തിക്കുമെന്നുള്ളതാണ്. തന്റെ റബ്ബ് നൽകിയ ജീവിതത്തിന് അള്ളാഹുവിന് ശുക്ർ നൽകുന്നതിന് പകരം അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ അവിടെ വെച്ച് ചിന്തിക്കും സഹോദരന്മാരെ, എന്ത് താൻ ചെയ്തത് എന്തെല്ലാമായിരുന്നു എന്നുള്ളത്. ആരും കാണാതെ തന്റെ റൂമിലിരുന്ന് ചെയ്തത്, ആളുകളുടെ മുന്നിൽ ഇസ്സത്തോടു കൂടി പറഞ്ഞ പല തിന്മകളും പല തെറികളും സഹോദരന്മാരെ അവിടെ വെച്ച് ചിന്തിക്കുമെന്നുള്ളതാണ്. വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ, അവിടെ വെച്ചതാ ജഹീം നരകത്തെ കാണിക്കപ്പെടും. ഫഅമ്മാ മൻ തഗ, എന്താണ് അവന്റെ പ്രത്യേകത? അവൻ അതിര് കവിഞ്ഞവനാണ്. എന്നാൽ അതിര് കവിഞ്ഞ ഒരുത്തന് ആ നരകത്തെ കാണിക്കപ്പെടും. വആസറൽ ഹയാത്തദ് ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവനക്ക് ദുനിയാവിനെ സ്വാധീനിച്ചു. അതെ, പരലോകം ഒഴിവാക്കിക്കൊണ്ട് ദുനിയാവിനെ സ്വീകരിച്ച ഒരു കൂട്ടർ പലപ്പോഴും പറയുന്നതായി കേൾക്കാൻ സാധിക്കും പല കച്ചവടക്കാരിൽ നിന്നും. ഈ കാലഘട്ടത്തിൽ ദീൻ നോക്കിയാൽ കച്ചവടം ചെയ്യാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് കച്ചവടത്തിൽ ദീൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ കച്ചവടത്തിന്റെ സന്ദർഭത്തിൽ ആളുകൾ ചിലപ്പോൾ 2 കളവ് പറയേണ്ടി വരും, ചിലപ്പോൾ പൂഴ്ത്തി വെച്ച് കച്ചവടം നടത്തേണ്ടി വരും. സഹോദരന്മാരെ, ഇതെല്ലാം അവിടെ ഓർക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. മനുഷ്യന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് അവന് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട രൂപത്തിൽ അവർക്ക് നൽകുകയും ചെയ്യുമെന്നുള്ളത് കൃത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പക്ഷേ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇങ്ങനെ ആളുകളുടെ അവസ്ഥ എന്താ? ഫൈനൽ ജഹീമ ഹിയൽ മഅവാ, അവന്റെ പര്യസ്ഥാനം, അവന്റെ ആശ്രമസ്ഥലം അത് നരകമാകുന്നു. എന്നിട്ട് പറയാണ് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ മഖാമിനെ ഭയന്നൊരുത്തൻ, വനഹ നഫ്സ അനിൽ ഹവാ, സ്വന്തം ഇച്ഛയെ, തന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തൊട്ട് തടുത്തൊരു മനുഷ്യൻ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ വാസസ്ഥലം, അവന്റെ പര്യവസാനം സ്വർഗമാകുന്നു. സഹോദരന്മാരെ, മനസ്സ് കൊതിക്കുകയാണ്, ഇന്ന തിന്മ ചെയ്യണം, കൂട്ടുകാരന്മാർ വിളിക്കുകയാണ്, സഹോദര നീ വരൂ നമുക്ക് ഇന്ന ചെയ്യാം, ഇന്ന തിന്മകളിൽ ഏർപ്പെടാമെന്ന് വിളിക്കുമ്പോൾ തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ട ദിവസത്തെ ആലോചിച്ചുകൊണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്ന മനുഷ്യൻ, അവൻക്കാണ് സഹോദരങ്ങൾ സ്വർഗമുള്ളത്. കോടികളുടെ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അറിഞ്ഞിട്ടും അള്ളാഹുവിനെ ഭയന്നത് കൊണ്ട് അതിൽ നിന്ന് മാറുന്ന സഹോദരന്മാരുണ്ടോ? അവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് ജീവിച്ച, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകിയ ആളുകൾക്കാണ് സ്വർഗമുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد. സഹോദരിമാരെ, പരലോകത്തെക്കുറിച്ചും തന്റെ മരണത്തെക്കുറിച്ചും ഓർക്കണമെന്നും എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബാക്കളെ ഇത് ഓർമ്മപ്പെടുത്തിയതായി പല രൂപത്തിൽ ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹാബാക്കളുടെ പല ആളുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ് ഒരൊറ്റ ആയത്തോതിക്കൊണ്ട് രാത്രി മുഴുവൻ നിസ്കരിച്ചു എന്നുള്ളത്. വീണ്ടും വീണ്ടും അത് ഓതി അതിന്റെ അർത്ഥം ആലോചിച്ച് കരഞ്ഞുകൊണ്ട് നിസ്കരിച്ചു എന്നുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കാണാൻ സാധിക്കും, അവിടുന്ന്
ഖബർ കണ്ടാൽ കരയുമായിരുന്നു എന്നുള്ളത്. ഖബർ കണ്ടാൽ കരയുമായിരുന്നു. പലപ്പോഴും നമ്മുടെ അവസ്ഥ എന്താണ് സഹോദരന്മാരെ? ഒപ്പമുള്ള ആളുകൾ മരണപ്പെട്ടാൽ പോലും തന്റെ പരലോകത്തിനെ കുറിച്ചോ നാളെ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നുള്ള ചിന്തയെക്കുറിച്ചോ തീരെ വരാറില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള ഒരു കാര്യം. അതൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ സഹോദരന്മാരെ അള്ളാഹുലേക്ക് മുന്നേറണം എന്നുള്ളത് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്താണ്. ഈ ദുനിയാവ് എന്നുള്ളത് നമുക്കറിയാം, അത് എളുപ്പം കഴിഞ്ഞു പോകുന്ന ഒരു വഞ്ചന ചരക്കായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ വിശുദ്ധ ഖുർആനിലുണ്ട് ഇത് വഞ്ചിക്കപ്പെടുന്ന ഒരു ചരക്കാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരി സഹോദരന്മാരെ ഓർമ്മപ്പെടുത്താനുള്ളത് പരലോകത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല സഹോദരന്മാരെ നമുക്ക് കാണാൻ സാധിക്കും സംഘടനയ്ക്ക് വേണ്ടിയുള്ള ജീവിതം, പാർട്ടിക്ക് വേണ്ടിയുള്ള ജീവിതം. ഈ ദുനിയാവിൽ ഈ ചുരുങ്ങിയ ആയുസിന് സംഘടനയ്ക്ക് വേണ്ടി കൊടിപിടിക്കുക, പാർട്ടിക്ക് വേണ്ടി കൊടിപിടിക്കുക, സംഘങ്ങൾക്ക് വേണ്ടി കൊടിപിടിക്കുക, അതിനൊപ്പമില്ലാത്ത ആളുകളുടെ ബന്ധം വിച്ഛേദിക്കുക എന്നുള്ള ഒരു സ്വഭാവം, ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. അത് ശരിയല്ല. ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് എൻ്റെ പരലോകത്തിന് വേണ്ടിയാണ്. എല്ലാവരും അവിടെ നഫ്സിന എന്നായിരിക്കും, എൻ്റെ സ്വന്തം നഫ്സ്, എൻ്റെ സ്വന്തം കാര്യങ്ങൾ എന്നായിരിക്കും. അവിടെ ആരും ഉണ്ടാവില്ല, പാർട്ടി ഉണ്ടാവില്ല, സംഘടന ഉണ്ടാവില്ല, സംഘങ്ങളും ഉണ്ടാവില്ല. ആരും ഉണ്ടാവാത്തൊരു ദിവസം സഹോദരന്മാർ അവിടെ വരാനുണ്ട്. അത് ആലോചിച്ചുകൊണ്ട് തന്റെ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം എന്നുള്ളത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, റജബ് 27 നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇസ്രാ മിഅ്റാജ് എന്നുള്ള പേരിലുള്ള നോമ്പ്, അതിനെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് ആരോഹണം നടത്തി എന്നുള്ളത് നമ്മൾ വിശ്വസിക്കും, നമ്മുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ സംശയം നമുക്കില്ല, അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കാത്തവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കഠിന സത്യനിഷേധിയാണ് എന്നുള്ളത് നമുക്ക് സംശയമില്ലാത്ത വിഷയമാണ്. എന്നാൽ അതിന്റെ പേരിൽ ഇബാദത്തുകൾ അത് ദീനിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആദ്യമായിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രകാരന്മാർ അവർ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വിഭിന്നമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് റമളാനിലാണ്, ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് ശഅബാനിലാണ്, മറ്റു ചിലർ പറഞ്ഞു അത് മുഹറമത്തിലാണ്, മറ്റു ചിലർ പറഞ്ഞു ദുൽഹിജ്ജയിലാണ്. അതല്ലാത്ത അഭിപ്രായങ്ങളും പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നടന്നത് എന്നുള്ളത് നമുക്ക് അറിയുകയില്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു നൽകിയിട്ടില്ല. അതിന്റെ ഹിക്മത്ത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അതുപോലെ തന്നെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അത് എന്നാ നടന്നത് എന്നുള്ളത് അന്വേഷിച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അന്നൊരു പ്രത്യേക ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല. നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, അതല്ലാത്ത ഏത് ഇബാദത്താകട്ടെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മൻ അഹ്ദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിൽ ആരെങ്കിലും പുതുതായ ഒരു കാര്യം കടത്തിക്കൂട്ടിയാൽ, കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. നമ്മളെല്ലാ ജുമാക്കും കേൾക്കുന്ന ഒരു വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലാ വ ഇന്ന കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ. എല്ലാ പുത്തനാശയങ്ങളും ബിദ്അത്താകുന്നു. എല്ലാ പുതിയ കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കിയത് ബിദ്അത്താകുന്നു. വകുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാകുന്നെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ പറയാറുണ്ടായിരുന്നെന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എടുത്തു തീരാൻ സാധിക്കാത്ത സുന്നത്തുകൾ അവിടുത്തെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതൊന്നും എടുക്കാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില ഇബാദത്തുകൾ ദീനിലേക്ക് കടത്തിക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ സഹോദരന്മാരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പിന്നെ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വദാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അവതരിപ്പിച്ചത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന ദിവസം നിങ്ങൾക്ക് ഈ ദീനിനെ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു, തൃപ്തിപ്പെട്ട് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്തിനാണ്? അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നാട്ടുകാർ ചെയ്യുന്നുണ്ട്, വീട്ടുകാർ ചെയ്യുന്നതല്ല അടിസ്ഥാനം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ. ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ സുന്നത്താണ്, അതിൽ മുന്നേറണം. പക്ഷേ ചെയ്തിട്ടില്ലെങ്കിലോ അത് ദീനിൽ ഇല്ലാത്തതാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇതറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളതും ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, അടിസ്ഥാനം എന്താണെന്നുള്ളതൊന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുത്ബ അവസാനിപ്പിക്കാം. അടിസ്ഥാനം അത് റസൂലിന്റെ പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും റസൂലിന്റെ കൽപ്പനയും ഒക്കെയാണ്. അല്ല നാട്ടുകാർ ചെയ്യുന്നു, അല്ല ഇന്ന ആലിമ് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ഇന്ന പണ്ഡിതൻ, ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻ ഇന്ന കിതാബിൽ ഇന്ന പേജിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ദീനിൽ എന്തല്ല തെളിവല്ല. മറിച്ച് എന്താണ് തെളിവ്? ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനാണ്. ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനാണ്. സ്വഹാബത്ത് ഇജ്മാഅായി ഒരുമിച്ച് ഒരു പ്രവർത്തനം, ഒരു കാര്യം ഇബാദത്തായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദീനാണ്. ഇതല്ലാത്ത ആരെന്ത് പറഞ്ഞാലും
തെളിവില്ലാത്തത് ദീനല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ എന്നെ നിങ്ങളെയോ. അതാണ് അടിസ്ഥാനം. നിങ്ങൾ എന്തൊരു കാര്യം കണ്ടാലും, ഒരു ഇബാദത്തായി എന്തൊരു കാര്യം കണ്ടാലും നമുക്ക് എടുത്തു നോക്കാൻ സാധിക്കും, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ, സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടോ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബാദത്താണ്, അതിന് പ്രതിഫലം ഉണ്ടായിരിക്കും. പക്ഷെ അത് പറഞ്ഞിട്ടില്ലെങ്കിലോ അത് ഇബാദത്തല്ല, അത് ഇതിൽ പുതുതായി പല ആളുകളും കടത്തിക്കൂട്ടിയതാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിന്ന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഭൂമിയുടെ പല ഭാഗത്തും നമ്മുടെ രാജ്യത്തും മറ്റു പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ പ്രയാസത്തിലാണ്. അല്ലാഹു മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞതുകൊണ്ട്, മുസ്ലിമീങ്ങളായതുകൊണ്ട് മാത്രമാണ് പല ആളുകളും ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫി കുല്ലി മക്കാൻ, അല്ലാഹുമ്മ അൻസുരിൽ മുസ്ലിമീന ഫി കുല്ലി മക്കാൻ, അല്ലാഹുമ്മ ദമ്മിർ അഅദാക വഅദാഅൽ മുസ്ലിമീന യാ റബ്ബൽ ആലമീൻ. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط